ലവ്ലി ഷോട്ട്സിൻ്റെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP UP LDC പരീക്ഷയുടെ മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് കുറേ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് രൂപത്തിലും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതും കാണുക. ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ചത്. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയെന്ന് കണ്ടെത്തുക. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡി ആണ്. 22ൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. 1, 3, 4 എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവന. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായത് 1, 3, 4. അതായത് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വത്തിൻ്റെ ലക്ഷ്യം. പിന്നെ മൂന്നാമത്തത്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്, നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അപ്പോൾ 1, അതേപോലെ തന്നെ 3, 4 ഇവയാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. രണ്ടാമത്, ഈ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. നിർദ്ദേശക തത്വങ്ങളെ സംരക്ഷിക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. 1, 3, 4 ആണ് ശരിയായ പ്രസ്താവന. അപ്പോൾ 22 ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നോക്കാം എന്തൊക്കെയാണ് പ്രസ്താവന. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ അതിൽ 10-ൽ കവിയാത്ത അംഗങ്ങളുണ്ടാവും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പോൾ എല്ലാ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആയത്. എല്ലാ പ്രസ്താവനകളും വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പേത്? ധാരാളം പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഓപ്ഷൻ ഡി, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? 25 ബി ആണ് ആൻസർ. 25ൻ്റെ ആൻസർ ബി ആണ്. അതായത് 1, 3, 4. 1, അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നു. അതേപോലെ തന്നെ 3, സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദെൻ 4-മത്തത് രാജ്യസഭ ലോക്സഭ തെരഞ്ഞെടുപ്പും അവരാണ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്, അല്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ഇവയാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിംഗലി വെങ്കയ്യ. ആൻസർ എ ആണ്, ദേശീയ പതാക. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ ഓപ്ഷൻ എ ആണ് ആൻസർ. ദേശീയ പതാകയുമായാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം ധാരാളം പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണിതും. സ്നേഹസാന്ത്വനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി ആണ്. ആൻസർ ഡി ആണ്, അതായത് 3 തെറ്റായ പ്രസ്താവന. 3 തെറ്റായ പ്രസ്താവന. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് എന്നത് 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ബാക്കി 3 ശരിയാണ്. അതായത് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടത്തുന്നത്. 3 തെറ്റാണ്. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. അപ്പോൾ 28ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് കേരളത്തിൻ്റെ? ആൻസർ ഓപ്ഷൻ എ ആണ്, എ ഷാജഹാൻ. എ ഷാജഹാനാണ് കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? തണ്ണീർത്തട ദിവസമായി ആചരിക്കുന്ന ദിവസം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫെബ്രുവരി 2. ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 31ൻ്റെ ആൻസർ എ ആണ്. എ ആണ്, അതായത് 1, 2, 3 പ്രസ്താവനകളാണ് ശരി. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. തെറ്റായ പ്രസ്താവനയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇത് അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയല്ല, തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 3 ശരി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏത്? 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, കണ്ണൂർ. കണ്ണൂരാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല, കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏത്? സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. 33 ആൻസർ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഓപ്ഷൻ ബി ആണ്, സംസ്ഥാന വിജിലൻസ് കമ്മീഷണറാണ് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ലോക്പാൽ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, ലോക്പാൽ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഗർഭാശയ ഭിത്തികളിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓക്സിടോക്സിൻ.
ടോക്സിനാണ്. ഗർഭാശയ ഭിത്തികളിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? കർണപടത്തിൻ്റെ, അതായത് ചെവിയുടെ കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം. യൂസ്റ്റേഷ്യൻ നാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സി ആണ്. ഓപ്ഷൻ സി ആണ് ശരി. 1, 3, 4 എന്നിവ ശരിയാണ്. 1 ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. 3 റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. 4 ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏത്? ഡിഫ്തീരിയ, ക്ഷയം, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണുന്നത്? കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. കേരളത്തിൽ അത് കണ്ണൂർ ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ എ ആണ് ആൻസർ. 39ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1, 2 എന്നിവ. 1, 2 സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ഈ 2 രോഗങ്ങളും രോഗാണുക്കൾ ഇല്ലാതെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2. നെക്സ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. നമ്മൾ ഏറ്റവും പുതിയ PSC ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.